ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2025 എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വേണ്ടി +2 മാർക്ക് നോർമലൈസ് ചെയ്തപ്പോൾ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ്. ആദ്യം ഒരു പ്രോസ്പെക്ടസ് എൻട്രൻസ് കമ്മീഷൻ ഇറക്കിയിരുന്നു. അത് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് എൻട്രൻസ് ഒരു പ്രോസ്പെക്ടസ് ഇറക്കി. അത് ഹൈക്കോടതി ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ആദ്യത്തെ പ്രോസ്പെക്ടസ് പ്രകാരമാണ് ഇപ്പം എൻട്രൻസ് കമ്മീഷണർ റാങ്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രോസ്പെക്ടസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത് ആദ്യത്തെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നൊരു കാര്യം പ്രോസ്പെക്ടസ് ഏത് സമയത്തും മാറ്റാമെന്നുള്ളതാണ്. മാറ്റാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ അകത്തുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഡേറ്റുകളോ വല്ലതും മാറ്റാമെന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ അകത്തുള്ള ഫോർമുല മാറ്റാൻ ഒരധികാരമോ എൻട്രൻസ് കമ്മീഷണർക്കില്ല. അത് പ്രോസ്പെക്ടസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം വരെ അത് വാലിഡാണ്. ആ ഫോർമുല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റാം. അതൊക്കെയാണ് ഈ പ്രോസ്പെക്ടസിൽ ആദ്യം പറയുന്നത്, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താമെന്ന്. ഇനി ആദ്യത്തെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം +2 മാർക്ക് നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മളിവിടെ പറയുന്നത്. മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് എങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നതെന്ന് പറയാം. 2009 മുതൽ 2025 വരെ കേരള ഹയർ സെക്കൻഡറി, CBSE, ICSE ഈ 3 ബോർഡിലെയും കുട്ടികളുടെ എല്ലാ കൊല്ലവും പരീക്ഷ എഴുതിയ കുട്ടികളുടെ മാത്തമാറ്റിക്സിൻ്റെ ആവറേജ് മാർക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണും. അപ്പോൾ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 64ആണ്. ആവറേജ് മാർക്ക് അതിലേക്ക് മറ്റുള്ള ബോർഡിലെയും മറ്റുള്ള കൊല്ലങ്ങളിലെയും മാർക്ക് നോർമലൈസ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ 64ആണ് ഗ്ലോബൽ മീൻ. അപ്പോൾ ഈ വർഷം കേരള ഹയർ സെക്കൻഡറി പഠിച്ച കുട്ടിയുടെ ആവറേജ് മാർക്ക് 72ആണ്. എന്ന് പറഞ്ഞാൽ 72 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 64ആയി മാറും. CBSE ഈ വർഷം മാത്സിൻ്റെ ആവറേജ് മാർക്ക് 63ആണ്. 63 64ആയി മാറും, കൂടും. ICSE 66ആണ്, അത് 64ആയി കുറയും. 2021 കേരള ഹയർ സെക്കൻഡറിയിൽ മീൻ മാർക്ക് 84ആണ്, അത് 64ആയിട്ട് കുറയും. CBSE 73ആണ്, അത് 64ആയി കുറയും. ICSE 80ആണ്, അത് 64ആയി കുറയും. 2003 2019 കേരള ഹയർ സെക്കൻഡറിയിലെ മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് 56ആണ്, അത് 64ആയി ഉയരും. ഇതാണ് ഗ്ലോബൽ മീനും ഗ്ലോബൽ സ്റ്റാൻഡേർഡൈസേഷനിലേക്കും നോർമലൈസ് ചെയ്യുമ്പോൾ. ഇത് വളരെ മാത്തമാറ്റിക്കലായിട്ട് ശരിയായിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇതനുസരിച്ചാണ് പ്രോസ്പെക്ടസിലെ ഈ നിബന്ധന അനുസരിച്ചാണ് ഇക്കൊല്ലം മാർക്ക് നോർമലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ബോർഡിലെ ആവറേജ് മാർക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് CBSE ബോർഡിലെ ആവറേജ് മാർക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് എടുക്കും. ഈ വർഷം തമിഴ്നാട്, കർണാടക ഈ ബോർഡുകളിലൊന്നും മാർക്ക് സർക്കാരിന് എൻട്രൻസ് കമ്മീഷണർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വർഷം തമിഴ്നാട്ടിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ആവറേജ് മാർക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും CBSE പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലവും തമിഴ്നാട്ടിലെ അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ വർഷം കർണാടകയിലെയും CBSE മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം തമിഴ്നാട് മോഡലിൽ നമ്മൾ ചെയ്യുന്ന പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം തമിഴ്നാട്ടിലെ പോലും നമുക്ക് കിട്ടിയിട്ടില്ല മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് CBSE ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത കൊല്ലത്തെയാണ്, അതിൻ്റെ തൊട്ട് തലേ കൊല്ലത്തെയാണ് എടുക്കുക. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പം ഈ വർഷത്തെ ഓരോ പരീക്ഷയുടെയും മാർക്കുകളൊന്ന് നോക്കാം. കേരള ഹയർ സെക്കൻഡറിയിൽ മാത്തമാറ്റിക്സിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 3 മാർക്ക് കുറഞ്ഞ് 97 മാർക്കാവും. ഫിസിക്സിന് 100 കിട്ടിയ കുട്ടിയുടെ മാർക്ക് 94ആയി കുറയും. കെമിസ്ട്രിക്ക് 100 കിട്ടിയ കുട്ടിയുടെ മാർക്ക് 106ആയി മാറും. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 300ൽ 300 കിട്ടിയ കുട്ടിയുടെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ 299.21 മാറും. എന്ന് പറഞ്ഞാൽ കേരള ഹയർ സെക്കൻഡറിയിൽ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് മേടിച്ച കുട്ടിക്ക് ഈ വർഷം 0.8 മാർക്ക് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അതാണ് അതിലെ കാര്യം. കഴിഞ്ഞ കൊല്ലം ഇത് 27 മാർക്ക് കുറഞ്ഞു. 2021 ഇത് 44 മാർക്ക് കുറഞ്ഞു. ഈ വർഷം 0.8 മാർക്ക് മാത്രമേ കുറയുകയുള്ളൂ. ഇനി CBSE
ഈ വർഷം പരീക്ഷ എഴുതിയ മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 108 മാർക്ക് കിട്ടും. 100 കിട്ടിയ കുട്ടിക്ക് 108 മാർക്ക് കിട്ടും. ഫിസിക്സിൽ 100 കിട്ടിയ കുട്ടിക്ക് 110 മാർക്ക് കിട്ടും. കെമിസ്ട്രിക്ക് 100 കിട്ടിയ കുട്ടിക്ക് 104 മാർക്ക് കിട്ടും. അങ്ങനെ 300 കിട്ടിയ കുട്ടിക്ക് 323.98 മാർക്ക് കൂടുതൽ കിട്ടും. എന്ന് പറഞ്ഞാൽ 23.98 24 മാർക്ക് അധികം കിട്ടും. ഇനി ICICയിൽ ഈ വർഷം മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 98, 2 മാർക്ക് കുറയും. ഫിസിക്സിന് 5 മാർക്ക് കുറയും. കെമിസ്ട്രിക്ക് 3 മാർക്ക് കുറയും. എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 296.81 മാർക്ക് കിട്ടും. അവിടെ 3 മാർക്ക് കുറയും. ഇനി മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ 300-ൽ കൂടുതൽ മാർക്ക് കിട്ടിയാൽ 300ആയി ക്യാപ്പ് ചെയ്യും. ഇവിടെ CBSE കുട്ടികളുടെ മാർക്ക് 323 ആണെന്ന് പറഞ്ഞു. എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 323 അത് 300ലേക്ക് ക്യാപ്പ് ചെയ്യും. 300-ൽ കൂടുതൽ എടുക്കില്ല, 300 എടുക്കുള്ളൂ. അപ്പോൾ CBSEയിലെ ഒരു കുട്ടിക്ക് മാത്സിന് 92.67 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 100ആയി മാറും. ഫിസിക്സിന് 91.47 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 100ആയി മാറും. കെമിസ്ട്രിക്ക് 95.93 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 100ആയി മാറും. അപ്പോൾ 92, 91, 95 കിട്ടിയ CBSEയിലെ കുട്ടികളുടെ മാർക്കും 300-ൽ 300 ആകും. എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് കിട്ടിയ CBSEയിലെ കുട്ടികളുടെ മാർക്കും 300-ൽ 300 ആകും. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക്. ഔട്ട്ലേയേഴ്സിന് നഷ്ടം വരാം. അതാണ് ഔട്ട്ലേയേഴ്സിന് നഷ്ടം വരാം. എന്നാൽ കേരള ഹയർ സെക്കൻഡറിയിൽ എല്ലാ വിഷയത്തിനും 100-ൽ 300 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 0.8 മാർക്ക് മാത്രമേ കുറയുകയുള്ളൂ. അത് 2024 27 മാർക്ക് കുറയുമായിരുന്നു. 2021 44 മാർക്ക് കുറയുമായിരുന്നു. ഈ വർഷം മാർക്ക് കുറയുന്നില്ല. ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് 0.8 മാത്രമേ കുറയുന്നുള്ളൂ. പക്ഷേ CBSEയിൽ കുട്ടികളുടെ മാർക്ക് ഉയർന്നു. അതുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റിൽ കാര്യമായ മാറ്റം വന്നത്. CBSEക്കാർ മുന്നോട്ട് വന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, ആദ്യം പുതിയ ഫോർമുല അനുസരിച്ച് 5, 3, 2 അനുപാതത്തിലായിരുന്നു. പക്ഷേ പഴയ ഫോർമുലയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി 1, 1, 1 അനുപാതമായിരുന്നു. അപ്പോൾ പുതിയ ഫോർമുല റിവൈസ് ചെയ്ത ഫോർമുല അനുസരിച്ച് കെമിസ്ട്രിക്ക് നല്ല മാർക്കുള്ള കുട്ടികൾക്ക് അന്ന് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് മാർക്ക് കൂടിയിട്ടുണ്ട്. കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ചില കുട്ടികൾക്ക് മാർക്ക് കൂടാൻ കാരണം. കെമിസ്ട്രിക്ക് മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് പുതിയ ഫോർമുല വന്നപ്പോൾ റാങ്ക് കുറയുകയും പഴയ ഫോർമുലയിലേക്ക് തിരിച്ചു പോയപ്പോൾ മാർക്ക് കൂടുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ വന്നത്. ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാലും ചെറിയ എറേഴ്സ് ഉണ്ടാകും. അത് 100% ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് സർക്കാർ ചെയ്യേണ്ടത് കേരള സിലബസിൽ പഠിച്ച കുട്ടികളും CBSE പഠിച്ച കുട്ടികളും ICICയിൽ പഠിച്ച കുട്ടികളും എല്ലാം കേരളത്തിലെ കുട്ടികളാണ്. അവർക്ക് 3 പേർക്കും തുല്യ പരിഗണന കിട്ടുന്ന ഒരു ഫോർമുല ഉണ്ടാക്കണം. അതിലേറ്റവും നല്ലത് ഹൈബ്രിഡ് മെത്തേഡാണ്. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം വളരെ പെട്ടെന്ന്. ഓക്കെ, ഇത് പേജ് നമ്പർ 70 ആണ് സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല പറയുന്നത്. ഇത് കുട്ടിക്ക് കിട്ടിയ സ്റ്റാൻഡർഡൈസ്ഡ് മാർക്ക്, ഇത് ഗ്ലോബൽ മീൻ, ഇത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് കുട്ടിയുടെ ബോർഡിലെ മാർക്ക്, ഇത് ബോർഡിൻ്റെ മീൻ, ഇത് ബോർഡിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഗ്ലോബൽ മീൻ കണക്കാക്കാനായിട്ട് ഇത് കേരള HSE, കേരള VHSE, CBSE and CISE boards together for the period from 2009 to 2025. 2009 മുതൽ 2025 വരെയുള്ള എല്ലാ കുട്ടികളുടെയും ഈ 4 ബോർഡിലും പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളുടെയും മീൻ മാർക്ക് എടുത്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇതെന്താ, ഇത് സം ഓഫ് ദ സ്റ്റാൻഡർഡൈസ്ഡ് മാർക്ക് ഓഫ് ദ 3 സബ്ജക്ട് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി ഓർ ബയോളജി ആസ് കേസ് ദേ മേ ബി ഷാൽ ബി ലിമിറ്റഡ് ടു 300. 300 കൂടുതലുണ്ടെങ്കിൽ 300ആയി ക്യാപ്പ് ചെയ്യും. ഇനി അടുത്തത് പറയുന്നത് ഇതാണ്,
ഇഫ് എനി ബോർഡ് ഫെയിൽ ടു പ്രൊവൈഡ് ദ ഡാറ്റ റിക്വയർഡ്, അങ്ങനെയാണെങ്കിൽ then the mean and standard deviation of CBSE for the respective years. ഏതെങ്കിലും ബോർഡ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരാൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ CBSEയിലെ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുന്നത്. അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് ഇൻഫർമേഷൻ ഫ്രം CBSE, the mean and standard deviation of CBSE available for the nearest year after the year of passing of the candidate shall be considered for normalization of marks, and such decision shall be final and binding on the applicant. ഇതാണ് ഇതിൽ പറയുന്നത്. ഇതാണ് ഫോർമുല. ഇത് ഗ്ലോബൽ മീൻ, ഇത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്. ഇത് കേരള ഹയർ സെക്കൻഡറിയാണ്. കേരള ഹയർ സെക്കൻഡറി മീൻ മാർക്ക്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ ഗ്ലോബൽ മീൻ ഇതാണ് 64.2666 മാത്തമാറ്റിക്സിൻ്റെ. സ്റ്റാൻഡേർഡ് ഡിവിഷൻ 19.4538. കേരള ഹയർ സെക്കൻഡറിയിൽ 100 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ കേരള ഹയർ സെക്കൻഡറിയിലെ മാത്തമാറ്റിക്സിൻ്റെ മീൻ മാർക്ക് 72.7757 സ്റ്റാൻഡേർഡ് ഡിവിഷൻ 16.0072. നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ 97.3527 ആവും. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ നോർമലൈസ് ചെയ്യുമ്പോൾ 94.9654 ആവും. അതുപോലെ കെമിസ്ട്രിയിലെ നോർമലൈസ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, നോർമലൈസ് ചെയ്യുമ്പോൾ ഇവിടെ കെമിസ്ട്രിയുടെ മീൻ മാർക്ക് 66. അത് കുറവാണ്. അതുകൊണ്ട് നോർമലൈസ് ചെയ്യുമ്പോൾ കെമിസ്ട്രിയുടെ മാർക്ക് 106.8958 ആവും. കൂടും എന്ന് പറഞ്ഞാൽ ഈ കെമിസ്ട്രിക്ക് 93.59 കിട്ടിയ കുട്ടിക്കും കേരള സിലബസിൽ 93.59 കിട്ടിയ കുട്ടിക്കും കെമിസ്ട്രിയുടെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ എത്രയാവും? 100 ആകും. ഇനി ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 299.2139 എന്ന് പറഞ്ഞാൽ 0.8 മാർക്കേ കുറയുള്ളൂ. 3 സബ്ജക്റ്റിനും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിനും 3 സബ്ജക്റ്റിനും ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് മാത്സിനും ഫിസിക്സിനും നഷ്ടപ്പെടുമ്പോൾ കെമിസ്ട്രിക്ക് കിട്ടി കോമ്പൻസേറ്റ് ചെയ്ത് അവസാനം 0.8 മാർക്ക് കുറയുള്ളൂ. അത് കൂടുതലൊന്നും കുറയില്ല. ഇനി CBSEയുടെ നോക്കാം. ഇതാ CBSEയുടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് CBSEയുടെ. ഇത് ഗ്ലോബൽ മീൻ, ഇത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ. CBSEയുടെ മീൻ മാർക്ക് 63 ഉള്ളൂ. അതുകൊണ്ട് കൂടിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് നോർമലൈസ് ചെയ്യുമ്പോൾ 100 കിട്ടിയ കുട്ടിയുടെ മാർക്ക് 108.9532 ആകും. അതാണ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. 8 മാർക്ക് കൂടുതൽ കൂടും. അത് 92 മാർക്ക് കിട്ടിയ കുട്ടിക്കും നോർമലൈസ് ചെയ്യുമ്പോൾ 100 ആകും. ഫിസിക്സിൻ്റെ 110.5474 ആവും. കൂടും, 10 മാർക്ക് കൂടും. 91 മാർക്ക് കിട്ടിയ കുട്ടിയുടെയും മാർക്ക് 100 ആകും. കെമിസ്ട്രിക്ക് 104.4867 ആവും. 4 മാർക്ക് കൂടും, 4.48. 95 കിട്ടിയ കുട്ടിക്കും എന്താവും? 95.93 കിട്ടിയ കുട്ടിക്കും 100 ആകും. അങ്ങനെ ടോട്ടൽ മാർക്ക് ഈ 3 മാർക്കും കൂടെ കൂട്ടിയാൽ ടോട്ടൽ മാർക്ക് 323.9872 ആവും. 23 മാർക്കുള്ളിൽ 24ഓളം മാർക്ക് അധികം കിട്ടും. പക്ഷേ മാക്സിമം 100 ക്യാപ്പ് ചെയ്യും. 100 കൂടുതൽ കിട്ടൂല, 300 കിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഔട്ട്ലയേഴ്സിന് ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടികൾക്കൊന്നും ഗുണം കിട്ടില്ല. പക്ഷേ മാത്തമാറ്റിക്സിന് 92 കുട്ടിക്ക് 100 മാർക്ക് കിട്ടും. ഫിസിക്സിന് 91 കിട്ടിയ കുട്ടിക്ക് 100 മാർക്ക് കിട്ടും. കെമിസ്ട്രിക്ക് 95 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 100 മാർക്ക് കിട്ടും. ഇതാണ് ആ കുട്ടികളുടെ ബെനിഫിറ്റ്. ഇത് ഔട്ട്ലയേഴ്സിന് നഷ്ടം വരും. ഇതിൻ്റെ ഡ്രോബാക്കാണ്. രണ്ടാമത് നമുക്ക് ICSEയുടെ നോക്കാം. ICSEക്ക് മാത്സിൻ്റെ നോർമലൈസ് ചെയ്ത മാർക്ക് 98.5562 ആവും. മാത്സിൻ്റെ മീൻ മാർക്ക് കൂടിയത് കൊണ്ടാണ്. ഫിസിക്സിൻ്റെ മീൻ നോർമലൈസ് ചെയ്തത് 95.2367 ആണ്. അവിടെയും എന്താ, ഫിസിക്സിൻ്റെ മീൻ മാർക്ക് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് കുറയുന്നത്. ദെൻ കെമിസ്ട്രിക്ക് മീൻ മാർക്ക് കുറവാണ്. അതുകൊണ്ട് ഇൻക്രീസ് ചെയ്യും. 103.0174 ആവും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ, ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 300 കിട്ടിയ മാർക്ക് 296.81 എന്ന് പറഞ്ഞാൽ 3 മാർക്കിനടുത്ത് 3.2 മാർക്സ് കുറയും. അത്രയേ ഉള്ളൂ CBSEക്ക് നഷ്ടം വരുന്നത്. ഇവിടെ ICSEക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന CBSEയിലെ 92-100 ഇടയിൽ മാർക്ക് കിട്ടുന്ന ഒരു മാത്സിൻ്റെ
ഫിസിക്സിന് 91 കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ 100 കെമിസ്ട്രിക്ക് 95 കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ മാർക്ക് അവർക്കും 100 അവർക്കാണ് ഇതിൽ കൂടുതൽ ലാഭം കിട്ടുന്നത്. ഔട്ട്ലേയേഴ്സിന് 100-ൽ 100 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഗുണമൊന്നും കിട്ടുന്നില്ല. CBSEയിൽ സ്റ്റേറ്റിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് 0.8 കുറയുള്ളൂ. ICICയിൽ എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 4 മാർക്കിനടുത്ത് 3.2 മാർക്കേ കുറയുള്ളൂ. അപ്പോൾ മാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് CBSEക്കാർക്കാണ്. കാരണം CBSEയിലെ ഡിഫിക്കൽട്ട് അസസ്മെന്റ് വ്യത്യാസമുണ്ട്. അസസ്മെന്റിലുള്ള വ്യത്യാസമാണ്. കേരള സിലബസിലെ അസസ്മെന്റും CBSEയിലെ അസസ്മെന്റും മാത്സിന്റെ വ്യത്യാസമാണ്. കേരള സിലബസിൽ അസസ്മെന്റിൽ പ്രാക്ടിക്കലുണ്ട് മാത്തമാറ്റിക്സിന്, CBSEയിൽ പ്രാക്ടിക്കലില്ല. ഇതാണ് ഇതുണ്ടാകാനുള്ള കാരണം. ഓക്കെ, താങ്ക് യു.